പ്രകാശന കഴിഞ്ഞ ഒരു ചെറിയ ചടങ്ങ് കൂടിയുണ്ട്. നമ്മുടെ വിദ്യാലയത്തെ കുറിച്ച് ഒരു മിടുക്കി ഷിസ ഫാത്തിമ BP 4D അവൾ ഈ പതിപ്പില് ഒരു നമ്മുടെ സ്കൂളിനെ കുറിച്ച് ഒരു കവിത എഴുതിയിട്ടുണ്ട്. അത് അവൾ തന്നെ ആലപിക്കുന്നതായിരിക്കും പ്രകാശനത്തിന് ശേഷം. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ സ്വന്തം വിദ്യാലയത്തെ കുറിച്ച് കവിത എഴുതിയ അപൂർവമായിരിക്കും. കാര്യം പ്രവേശനോത്സവമൊക്കെ എഴുതിയ വിദ്യാർത്ഥികളുണ്ടായിരിക്കാം. പക്ഷേ സ്വന്തം വിദ്യാലയത്തെ കുറിച്ച് കവിത എഴുതിയ അപൂർവം പ്രതിഭകളുള്ള കേരളത്തിലെ അപൂർവം വിദ്യാലയമാണ്. അതിമനോഹരമായ ഒരു ചടങ്ങിനാണ് ഈ വിദ്യാലയം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. കാരണം ഒരുപക്ഷെ ഒരു വായനാ ദിനം ഇത്ര മനോഹരമായിട്ട് കൊണ്ടാടുന്ന മറ്റൊരു വിദ്യാലയം കേരളത്തിൽ അപൂർവമായിരിക്കും. ക്യാമറ കണ്ണുകൾ ഒപ്പിട്ടെ 4ാം ക്ലാസ്സുകാരുടെ ഉദ്യമത്തെ നമുക്ക് ഏറെ സന്തോഷിക്കാം. ആദ്യമായി 4C കുട്ടികളുടെ മാഗസിനാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. ആമുഖം പിന്നീട് വായിച്ചാണ്. മഴവില്ല് കേട്ടോ, നല്ല ഭംഗിയില്ലേ? ഈ ബാക്കിയുള്ള പേജുകളെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. മുഴുവൻ ഇപ്പോൾ കാണിക്കാനുള്ള സമയമില്ല, അതുകൊണ്ടാണ്. 4C ക്ലാസ്സിലെ കുട്ടികളാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് 4A ക്ലാസ്സാണ്. 4A ക്ലാസ്സാണ്. B ക്ലാസ്സിൽ ടീച്ചറില്ലാത്തതുകൊണ്ട് നടന്നിട്ടില്ല. ഇത് 4A ക്ലാസ്സാണ്. ഫസ്റ്റ് പേജിൽ നന്മയാണ്. നന്മ എന്നൊരു പേരിലാണ് തുടങ്ങിയത്. നാല് E ക്ലാസ് ആണ്. മഴവില്ല് എന്നാണ് മാഗസിന്റെ പേര് കൊടുത്തത്. 4E ക്ലാസ്. ഒരു കൊച്ചു ഗ്രാമം എന്ന നമ്മുടെ കുറ്റൂരിനെ കുറിച്ച് ഒരു കൊച്ചു ഗ്രാമം ഒരു കഥയാണ്. നമ്മുടെ കുറ്റൂർ കൊച്ചു ഗ്രാമത്തെ കുറിച്ചുള്ള ഒരു കഥയാണ്. അങ്ങനെയാണ് അവർ തുടങ്ങിയത്. നാല് D ക്ലാസ് ആണ്. 4D ധ്വനിയാണ് അവരുടെ മാസികയൊക്കെ അവർ പേര് കൊടുത്തത്. അതിൽ എന്റെ വിദ്യാലയം എന്നൊരു കവിതയാണ് ഷിസ ഫാത്തിമ അവൾ സ്വന്തം ഭാവനയിൽ നിന്നും ഉരുത്തിരിഞ്ഞൊരു കവിതയാണിത്. ഇത് അവളിവിടെ ആലപിക്കും. അത് കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ